നമസ്കാരം. നമ്മളൊരു പുതുവർഷത്തിലേക്ക് കടക്കുകയാണ്. 2025. 25 കൊല്ലം മുമ്പ് മമ്മൂട്ടിയും മോഹൻലാലും നയിക്കുന്ന ഒരു ചലച്ചിത്ര സംഘത്തോടൊപ്പം വിദേശയാത്ര നടത്തിയ ഒരു ഓർമ്മയാണ് എൻ്റെ മനസ്സിൽ. അത് വെൽക്കം 2000 എന്ന പരിപാടിയാണ്. അത് ഒരു മറക്കാനാവാത്ത ഒരു അനുഭവമാണ്. കാരണം 25 കൊല്ലം മുമ്പ് മമ്മൂട്ടിയും മോഹൻലാലും ഫാസിലും തുടങ്ങി മലയാളത്തിലെ പ്രഗത്ഭരായ 10-60ഓളം താരങ്ങൾ പങ്കെടുത്ത ഒരു വിദേശ പ്രോഗ്രാമായിരുന്നു. അപ്പോൾ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ഭാഗ്യമാണ്. 2000 വരവേൽക്കുന്ന 25 കൊല്ലം മുമ്പ് 2000 വരവേൽക്കുന്ന പുതിയ നൂറ്റാണ്ടിനെ വരവേൽക്കുന്ന ഒരു മുഹൂർത്തം, അതായിരുന്നു ഈ ചടങ്ങിൻ്റെ ഏറ്റവും ഹൈലൈറ്റ്. ദുബായിലായിരുന്നു അത്. സത്യം പറഞ്ഞാൽ മലയാളികൾ ഇന്നിപ്പം എല്ലാവരും മനസ്സിൽ കൊണ്ടു നടക്കുന്ന, അല്ലെങ്കിൽ എല്ലാ രംഗത്തും നമ്മളുടെ ചിന്തകളിലും ഒക്കെയുള്ള വലിയ 2 താരങ്ങൾ മമ്മൂട്ടിയും മോഹൻലാലും. ഇവരോടൊന്നിച്ചുള്ള ഒരു ന്യൂ ഇയർ രാവായിരുന്നു. 25 കൊല്ലത്തിന് ശേഷം നമ്മൾ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ താരങ്ങൾ, അമൂല്യമായ ഈ താരങ്ങൾ ഇപ്പോഴും അതുപോലെ തന്നെ നിൽക്കുന്നു. മലയാള സിനിമയും അതിൻ്റെ വ്യവസായവും അതിൻ്റെ എല്ലാം തന്നെ എനിക്ക് തോന്നുന്ന മറ്റെല്ലാ വിഭാഗങ്ങളും കൂടെ, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകൾ പോലും ഇവരെ ചുറ്റി ഭ്രമണം ചെയ്യുന്ന തരത്തിലേക്ക് ഈ താരങ്ങൾ വളർന്നിരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ വെള്ളി നക്ഷത്രം വാരികയുടെ പ്രതിനിധിയായിട്ടാണ് ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സംഘടിപ്പിച്ച ഈ വെൽക്കം 2000 എന്ന മെഗാ ഇവൻറ്റിലേക്ക് പോകാനുള്ള ഒരു അവസരമുണ്ടായത്. സത്യം പറഞ്ഞാൽ അതൊരു നമ്മളുടെ പത്രപ്രവർത്തന ജീവിതത്തിലെ ഒരിക്കലും മറക്കാനാവാത്ത ഒരു സംഗതിയാണ്. ഇപ്പോൾ വെള്ളി നക്ഷത്രം ചലച്ചിത്ര വാരിക, അതിൻ്റെ ഒരു നിലനിൽപ്പ്, അല്ലെ അതിൻ്റെ ഒരു വളർച്ച ഈ താരങ്ങളെ കേന്ദ്രീകരിച്ചായിരുന്നു. ഒരാഴ്ച മമ്മൂട്ടിയുടെ കവർ ചിത്രം വന്നാൽ അടുത്ത ആഴ്ച മോഹൻലാലിൻ്റെ ഒരു കവർ ചിത്രം വരും, അതിനോടനുബന്ധിച്ച് ഒരു സ്റ്റോറി വരും. അങ്ങനെ ആ വീക്കിലിയും ഒരു വളർച്ചയുടെ പാതയിൽ നിൽക്കുന്ന ഒരു സമയത്താണ് ഈ വെൽക്കം 2000 സംഭവിക്കുന്നത്. അപ്പോൾ അവരോടൊപ്പമുള്ള നിമിഷങ്ങളും അവരോടൊപ്പമുള്ള സ്റ്റേജ് പ്രോഗ്രാമുകളുമൊക്കെ നമുക്കൊരു വളരെ പുതിയ ഒരു അനുഭവമായിരുന്നു. അത് സത്യം പറഞ്ഞാൽ അതൊരു ഭാഗ്യം തന്നെ. അപ്പോൾ 25 വർഷം കഴിയുമ്പോൾ ഈ താരങ്ങളുടെ മൂല്യം അതുപോലെ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഒരു അത്ഭുതം. അപ്പോൾ നമ്മൾ വെള്ളി നക്ഷത്രത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും അവരുടെ ഒരു സൂപ്പർ താര പദവി അങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോവുകയാണ്. ഇതിന് ഒരു കോട്ടം സംഭവിക്കുകയോ അല്ലെങ്കിൽ ഇത് മാറി വേറൊരു സൂപ്പർ താരം വരുമോ എന്നൊക്കെയുള്ള ഒരു ചിന്ത അന്ന് പലതരത്തിലും പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു. പക്ഷേ ഒന്നിനൊന്നിനും മികച്ചതായി ഇവർ വളർച്ചയുടെ പടവുകൾ കയറിക്കൊണ്ടിരുന്നു. 25 കൊല്ലം കഴിയുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നൊരു കാര്യം, ഇവരുടെ താരമൂല്യം എനിക്ക് തോന്നുന്ന മരണം വരെ ഇവർ നിലനിർത്തും. എന്നുവെച്ചാൽ ആ ഓരോ പ്രായത്തിനും ഓരോ കാലത്തിനും അനുയോജ്യമായ കഥാപാത്രങ്ങളും വ്യത്യസ്തമായ ശൈലികളും ഓരോന്നും അവർ പരീക്ഷിക്കുകയും അത് വിജയം കണ്ടെത്തുകയും ചെയ്യുക. ഇതിനിടയിൽ ഈ കാലയളവിനിടയിൽ പുതിയ ഒരു താരം, അല്ലെങ്കിൽ പുതിയ ഒരു താരം ഉദയം ചെയ്യുകയും, അല്ലെങ്കിൽ ഇവരുടെ മേൽക്കോയ്മയ്ക്ക് മുകളിൽ വേറെ താരങ്ങൾ ആരെങ്കിലും വരികയും ചെയ്യുമെന്നുള്ള ഒരു തോന്നൽ പോലും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഇവർ നിലനിൽക്കെ തന്നെ ജയറാം, മുകേഷ്, ദിലീപ്, അങ്ങനെ ഒട്ടേറെ യുവതാരങ്ങൾ വളർന്നു വരികയും അവരൊരു വലിയ നിലയിലേക്ക് എത്തുകയും ചെയ്തു. പക്ഷേ ഒരിക്കൽ പോലും മമ്മൂട്ടിയും മോഹൻലാലും ഉയർത്തി നിൽക്കുന്ന ഒരു താരപദവിയുടെ മുകളിലേക്ക് ഇവർക്കൊന്നും സഞ്ചരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിനിടയിൽ വന്ന ഒരു സായ്കുമാർ മാത്രമാണ് ഇതിനൊരു അപവാദം. അപ്പോൾ സായ്കുമാറിൻ്റെ വരവ് യഥാർത്ഥത്തിൽ ഈ വലിയ താരങ്ങൾക്ക് പോലും ഒരു അമ്പരപ്പുളവാക്കിയ ഒരു വരവായിരുന്നു. മമ്മൂട്ടിയും മോഹൻലാലും
നിലയുറപ്പിച്ച് നിൽക്കുന്ന മലയാള ചലച്ചിത്ര സിനിമാ ലോകത്ത് സായ്കുമാർ എന്ന് പറഞ്ഞ നടൻ്റെ വരവ് ഇവരെ പോലും അമ്പരപ്പിച്ച ഒരു വരവായിരുന്നു. കാരണം കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ മകൻ, അതുപോലെ അസാമാന്യമായ അഭിനയ പ്രതിഭ, ഓരോ നോട്ടത്തിലും ഭാവത്തിലുമൊക്കെ അതിസൂക്ഷ്മമായ രീതിയിലുള്ള അഭിനയത്തിൻ്റെ അതുല്യമായ ഒരു കഴിവുള്ള ഒരു നടൻ. അപ്പോൾ റാംജി റാവു സ്പീക്കിങ്ങിലാണ് അദ്ദേഹം വന്നത്. അദ്ദേഹത്തിൻ്റെ വരവ് യഥാർത്ഥത്തിൽ ഈ സൂപ്പർ താരങ്ങളെ ഒന്ന് അവരൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒന്ന് ചെറുതായിട്ട് ഉലച്ചിട്ടുണ്ടാവും അത് എന്ന് തന്നെ എനിക്ക് തോന്നുന്നു. കാരണം അത്രയ്ക്ക് ആ രൂപസൗകുമാര്യവും സുകുമാരനെ പോലുള്ളൊരു പഴയ സൂപ്പർ സ്റ്റാറായിരുന്ന സുകുമാരനെ പോലുള്ളൊരു ഭാവവും പിന്നെ ആ ഒരു ശബ്ദവും അതിൻ്റെ പ്രസൻറ്റേഷനും ടൈമിങ്ങും എല്ലാം ഒത്തിണങ്ങിയ ഒരു വരവായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ അദ്ദേഹത്തിൻ്റെ ഒരു വരവും ആ രീതിയിലേക്ക് അദ്ദേഹം കുതിച്ച് ഇവരുടെ മുകളിലേക്ക് പോകാനുള്ളൊരു അവസരവും അദ്ദേഹം തന്നെ ഇല്ലാതാക്കി കളഞ്ഞായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ആ വെള്ളി നക്ഷത്രത്തിൻ്റെ ആ കാലത്ത് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം, അത് കഴിഞ്ഞ് പിന്നിങ്ങോട്ട് മലയാള സിനിമയിലെ എല്ലാ സംവിധായകർക്കും ഈ നടനെ വെച്ച് സിനിമ എടുക്കാനുള്ള ഒരു ആവേശത്തോടു കൂടി എല്ലാവരും ചെല്ലുന്ന ഒരു ഘട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ സിനിമകൾ തിരഞ്ഞെടുത്തതിലൊരു പാളിച്ച ഉണ്ടായതാണ് അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു ആ വളർച്ചയിലേക്ക്, ആ തരത്തിലേക്ക് ഒരു നായക സങ്കല്പത്തിലേക്ക് അദ്ദേഹം ഉയർന്നു പോകാഞ്ഞെന്നാണ് എനിക്ക് എൻ്റെ ഒരു തോന്നൽ. അതായത് അന്ന് ഇപ്പോഴും ഓർമ്മയുണ്ട്, AP സത്യൻ എന്ന് പറയുന്ന സംവിധായകൻ്റെ ഒരു ചിത്രം മെയ് ദിനം, അതുപോലെ ചാമ്പ്യൻ തോമസ്, അനന്തവൃത്താന്തം അനിൽ ബാബു സംവിധാനം ചെയ്യുന്ന അനന്തവൃത്താന്തം, റെക്സ് സംവിധാനം ചെയ്യുന്നതാണെന്ന് തോന്നുന്നു ചാമ്പ്യൻ തോമസ്. ഇങ്ങനെ 3 ചിത്രങ്ങൾ അദ്ദേഹം തുടരെ കമ്മിറ്റ് ചെയ്തു. അപ്പോൾ ഈ സമയത്ത് മലയാളത്തിലെ പ്രഗത്ഭരായി നിൽക്കുന്ന സത്യൻ അന്തിക്കാട്, കമൽ, സിബി മലയിൽ തുടങ്ങിയവർക്ക് ഇദ്ദേഹത്തെ വെച്ച് സിനിമകൾ ചെയ്യണമെന്ന ആഗ്രഹവും, പക്ഷേ അതിനുള്ള അവസരം അവർക്ക് ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ഈ സായ്കുമാർ ഇവർക്ക് ഡേറ്റ് കൊടുക്കുകയായിരുന്നു. ഇത്തരം ചിത്രങ്ങളിലേക്ക് പതുക്കെ സായ്കുമാർ ഡൈവേർട്ടഡ് ആവുകയും പിന്നെ അത് വന്ന ഒരു ആ തുടക്കം ഒരു ഗംഭീര വിജയവുമായി വന്ന ആ തുടക്കം പോലെ പിന്നെ അത് ആ റിലേ പോലെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിനായില്ല. അത് സിനിമയിൽ തന്നെ പല കാര്യങ്ങളുണ്ട്. ചില കഥാപാത്രങ്ങൾ സ്വീകരിക്കുന്നതിലും ചില സംവിധായകരെ ചൂസ് ചെയ്യുന്നതിലും ഒക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇതൊക്കെ വെച്ചാൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ആ സായ്കുമാർ എന്ന് പറഞ്ഞാൽ അതുല്യനായ നടൻ നായക നിരയിലേക്ക് വളർന്നു വരികയും ഇതുപോലെ തന്നെ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും അതേപോലെ കപ്പാസിറ്റിയിലേക്ക് വരികയും ചെയ്യാൻ പ്രാപ്തിയുണ്ടായിരുന്നു. ഈ യുവനിരയിൽ മുകേഷ്, ദിലീപ്, ജയറാം ഇങ്ങനെ വന്നവരുടെ കൂട്ടത്തിൽ അതിന് പ്രാപ്തിയുണ്ടായിരുന്ന സായ്കുമാറിന് പക്ഷേ അതിലേക്ക് എത്താൻ കഴിയാതെ പോയത് അദ്ദേഹത്തിൻ്റെ ചില പ്ലാനിങ്ങിലും ചില കാര്യങ്ങളിലുള്ള ശ്രദ്ധക്കുറവും കൊണ്ടാണ് അങ്ങനെ അദ്ദേഹത്തിന് ആ രീതിയിലേക്ക് എത്തിപ്പെടാൻ പറ്റാതെ പോയത്. പിന്നീട് അദ്ദേഹം സ്വഭാവ നടൻ്റെ ഒരു നിലയിലേക്ക് അഭിനയിച്ച് അങ്ങനെ ആ ശ്രേണിയിലേക്ക് മാറുകയും ഈ സൂപ്പർ താരങ്ങളുടെ അച്ഛനായിട്ട് പോലും അഭിനയിക്കുന്ന തരത്തിലേക്ക് ഈ നടൻ മാറുകയും ചെയ്തു. അപ്പോൾ ആ സമയത്താണ് സിദ്ദിഖ് ലാലിൻ്റെ ഇൻ ഹരിഹർ നഗർ, തോമസ് കുട്ടി വിട്ടോട എന്ന് പറഞ്ഞിട്ട് അതും ഒരു ഭയങ്കര സൂപ്പർ ഹിറ്റായി. ഗോഡ് ഫാദർ, അങ്ങനെ ഒരു ഹിറ്റിൻ്റെ പരമ്പര വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു താരാധിപത്യത്തിനൊരു മങ്ങലേറ്റോ എന്ന് നമ്മുടെ എഡിറ്ററിനൊരു തോന്നൽ. അപ്പോൾ ആ തോന്നലിൽ നിന്നാണ് ഒരു ഹെഡിങ് വരികയും ഒരു കവർ സ്റ്റോറി വരികയും ചെയ്യുന്നത്. തോമസ് കുട്ടി വിട്ടോട എന്നുള്ള ആ പ്രയോഗം താരങ്ങളെ വിട്ടോട എന്നുള്ള രീതിയിലൊരു ഹെഡിങ്. അപ്പോൾ അത് താരങ്ങൾക്ക് ഒരു ഇമേജ്, താരങ്ങൾക്കൊരു ഇടിവ് വന്നു, താരാധിപത്യത്തിനൊരു ഇടിവ് വന്നു എന്ന് നമ്മൾക്ക് പോലും തോന്നിപ്പോയ ഒരു ഘട്ടമായിരുന്നു. പക്ഷേ അതൊക്കെ നിഷ്ഫലമായ ചിന്തകളും കാര്യങ്ങളുമായിരുന്നു. കാരണം താരാധിപത്യത്തിന് ഒരിക്കലും ഒരു ഇടിവ് പറ്റിയിട്ടില്ല. കാരണം അവരെ ഓരോ തവണയും അവർ പുതുക്കി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോരോ കഥാപാത്രങ്ങളിലൂടെയും ജനമനസ്സുകളിലും അതുപോലെ തന്നെ സാംസ്കാരിക മേഖലകളിലും രാഷ്ട്രീയത്തിൽ. പണ്ടൊക്കെ നമ്മൾ വെള്ളി നക്ഷത്രവും നമ്മളെ റിപ്പോർട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ നമ്മളുമായിട്ട് മണിക്കൂറുകൾ ചെലവഴിക്കുകയും സംസാരിക്കുകയും ഇടപഴകുകയും ചെയ്യുന്ന അവരെ പിന്നീട് മുഖ്യധാരാ പത്രങ്ങളും ചാനലുകളും അതുപോലെ രാഷ്ട്രീയ നേതാക്കളും സാംസ്കാരിക രംഗത്തുള്ളവരും അങ്ങനെ വ്യാവസായിക രംഗത്തുള്ളവരും ഒക്കെ ഉൾപ്പെട്ട് ഒരു ഐക്കൺ ഇതായിട്ട് അവർ വീണ്ടും വളരുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഈ 2000-ൽ അതിനു മുൻപും 2000-ൽ നമ്മൾ കണ്ട ഒരു മൈൽ സ്റ്റോൺ, ആ സമയത്ത് കണ്ട സൂപ്പർ താരങ്ങൾ
അതുപോലെയോ അല്ലെ അതിനേക്കാൾ ബിംബങ്ങളായി മലയാള സിനിമയിൽ ഉയർന്നു നിൽക്കുമ്പോൾ പിന്നീട് ഇതിനോടൊപ്പം ഉയർന്നു വന്ന ഒരു വേറിട്ട വഴിയിലൂടെ വന്ന ആളാണ് സുരേഷ് ഗോപി. ഏകലവ്യൻ എന്ന് പറഞ്ഞ ഷാജി കൈലാസ്, രഞ്ജി പണിക്കർ കൂട്ടുകെട്ടിൻ്റെ ഒരു സൃഷ്ടിയാണ് സുരേഷ് ഗോപി. അന്ന് സൂപ്പർ താരമായി, അന്ന് വെള്ളി നക്ഷത്രമാണ് ഈ സുരേഷ് ഗോപി പുതിയ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ് നമ്മൾ അത് പ്രസൻറ്റ് ചെയ്ത് തന്നെ. നമ്മുടെ സുഹൃത്തായ KD ദയാൽ എന്ന് പറയുന്ന റിപ്പോർട്ടർ ഈ ഇദ്ദേഹത്തെ കാണുകയും സംസാരിക്കുകയും അങ്ങനെ അന്നത്തെ കവർ സ്റ്റോറി എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, പുതിയ സൂപ്പർ സ്റ്റാർ. അപ്പോൾ ഏകലവ്യനിലെ ആ കഥാപാത്രമാണ് അദ്ദേഹത്തെ ആ നിലയിലേക്ക് ഉയർത്തുക. അത് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അദ്ദേഹം ആ നിലവാരം, അദ്ദേഹം ആ ഉത്തരവാദിത്വം കയ്യിലൊതുക്കി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സുരേഷ് ഗോപിക്ക് സാധിച്ചു എന്നുള്ളതാണ്. അത് വേറിട്ടൊരു വഴിയിലൂടെ മലയാള സിനിമയിൽ അങ്ങനെ ഒരു വൻമരമായി അദ്ദേഹം വളർന്നു വന്നു. പക്ഷേ മമ്മൂട്ടിയും ജനമനസ്സുകളിലും അതുപോലെ തന്നെ സാംസ്കാരിക നിലകളിലും ബുദ്ധിജീവി നിലകളിലും എല്ലാം ആർജിച്ചെടുത്ത ഒരു സ്വീകാര്യത മറ്റാർക്കും അങ്ങനെ ആർജിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഈ വെൽക്കം 2000 എന്ന സ്റ്റേജ് ഷോ നടക്കുമ്പോൾ മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിച്ച് അഭിനയിച്ച നരസിംഹം അതിൻ്റെ ചിത്രീകരണം വേളയിലാണ്. ഏറെക്കുറെ ചിത്രീകരണം പൂർത്തിയായി. എനിക്ക് തോന്നുന്നത് അതിനുശേഷം വന്നാണ് മമ്മൂട്ടിയുമായിട്ടുള്ള കോമ്പിനേഷൻ, ആ കോടതി രംഗങ്ങൾ ചിത്രീകരിച്ചത്. അപ്പോൾ അന്ന് മമ്മൂട്ടി ഗസ്റ്റായിട്ടും മോഹൻലാൽ നായകനായിട്ടും അഭിനയിച്ച നരസിംഹം ഒരു വൻ വിജയമായി മാറി. അത് 25 കൊല്ലം മുമ്പുള്ള കഥയാണ്. ഞാൻ പറയുന്നത് കാലം മാറിയെങ്കിലും അവരുടെ ഇക്വേഷനും അവരുടെ കൂട്ടായ്മകളും ഒന്നും മാറിയിട്ടില്ല. അതിനോടൊപ്പം സഞ്ചരിച്ചവരൊക്കെ പ്രായമായി അരങ്ങൊഴിഞ്ഞപ്പോഴും ഈ താരങ്ങൾ ഒരു മഹാമേരുക്കളെ പോലെ നിറഞ്ഞു നിൽക്കുന്നു. ഇപ്പോൾ അന്നൊക്കെ മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിച്ചു വരുന്ന വേളയിൽ അപ്പോൾ അവരെ ഒന്നിച്ചു നിർത്തി ഒരു ചിത്രമെടുക്കുക എന്നുള്ളത് വലിയൊരു ഫോട്ടോഗ്രാഫർമാരുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ ആ ചിത്രം എടുത്താൽ അതാണ് അതിൻ്റെ ഒരു പ്രാധാന്യം. അവർ ഒന്നിക്കുന്നു, അവരൊരുമിച്ച് വരുന്നു. അപ്പോൾ അങ്ങനത്തെ മുഹൂർത്തങ്ങൾ വളരെ പ്രാധാന്യമായിരുന്നു. അപ്പം ഒരുമിച്ച് അവരൊരു സിനിമയിൽ വരിക എന്ന് പറഞ്ഞാൽ അത് നരസിംഹം എന്ന് പറഞ്ഞ സിനിമയിൽ മമ്മൂട്ടിയുടെ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ടോട്ടാലിറ്റിയെ പോലും ബാധിക്കുന്ന തരത്തിൽ അദ്ദേഹം അതിനകത്ത് തകർത്ത് അഭിനയിക്കുകയും അങ്ങനെ ആ സിനിമ ഒരു വലിയ വിജയമായി മാറി. പിന്നീട് അതിനുശേഷം 2020 അങ്ങനെ അവർ ഒന്നിച്ച പല ഘട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ 25 കൊല്ലം കഴിഞ്ഞ് ഇപ്പോഴും മഹേഷ് നാരായൺ എന്ന് പറയുന്ന സംവിധായകനോടൊപ്പം മമ്മൂട്ടി നായകനായും മോഹൻലാൽ ഗസ്റ്റ് അപ്പിയറൻസിൽ 10 ദിവസമോ മറ്റോ അതിനകത്ത് അഭിനയിക്കുന്ന ഒരു സിനിമ ചിത്രീകരണം ആരംഭിച്ചു കഴിഞ്ഞു. അപ്പം ഈ മലയാള സിനിമ ഇപ്പോഴും അതിൻ്റെ വ്യവസായവും അതിൻ്റെ വാണിജ്യപരമായ കാര്യങ്ങളിലുമെല്ലാം ഈ മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒപ്പം ചുറ്റുമാണ് ഭ്രമണം ചെയ്യുന്നത്. അപ്പോൾ 2000-ൽ നമ്മൾ കണ്ട ആ പുതിയ നൂറ്റാണ്ടിലേക്ക് സ്വാഗതം ചെയ്യുമ്പോൾ കണ്ട മമ്മൂട്ടിയും മോഹൻലാലും ഇപ്പോൾ നിലനിൽക്കുന്നു, ഈ 2025-ലും നിൽക്കുന്നു. അപ്പോൾ കാലത്തെ അതിജീവിക്കുകയാണ് ഇവർ. പിന്നെ വേറൊരു വ്യത്യാസം നമ്മൾ കാണുന്നത് ഈ മമ്മൂട്ടിയുടെ മകൻ സിനിമയിലേക്ക് വന്നു, മോഹൻലാലിൻ്റെ മകൻ സിനിമയിലേക്ക് വന്നു, സുകുമാരൻ്റെ മകൻ സിനിമയിലേക്ക് വന്നു. അങ്ങനെ ചലച്ചിത്ര രംഗത്തേക്ക് അവരുടെ പിന്തുടർച്ച അവകാശവുമായിട്ട് താരങ്ങളുടെ മക്കൾ വന്നു. ആ മക്കൾ വന്നപ്പോഴും ഈ ബിംബങ്ങളായി നിൽക്കുന്ന താരങ്ങൾ അതുപോലെ തന്നെ നിലനിൽക്കുകയും അവർ ആ കൊടി ഉയർത്തി മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ മക്കൾ വന്നെങ്കിലും മക്കൾക്ക് അവർക്ക് അവരുടേതായ വ്യക്തിത്വവും അവരുടേതായ ഒരു സ്വതന്ത്രമായി ഒരു താരമെന്നുള്ള നിലയിൽ നിലയുറപ്പിക്കുന്ന രീതിയിൽ പ്രാപ്തരായി കഴിഞ്ഞു. മമ്മൂട്ടിയുടെ മകനും അതുപോലെ തന്നെ പൃഥ്വിരാജുമൊക്കെ അത്തരത്തിൽ പ്രാപ്തി നേടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പുതുവർഷത്തിൽ കാണുന്നത് ഈ മമ്മൂട്ടി പ്രത്യേകതരം കഥാപാത്രങ്ങളെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പ്രായത്തിനും പക്വതയ്ക്കും അനുസരിച്ചിട്ടുള്ള കഥാപാത്രങ്ങളെ സ്വീകരിച്ചുകൊണ്ട് അതിനെ വിജയിപ്പിക്കുകയും അത് പിന്നെ പ്രേക്ഷകർ വളരെയേറെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. ഇടക്കാലത്ത് അദ്ദേഹം ഈ വാത്സല്യം പോലെയൊക്കെയുള്ള സിനിമകളിൽ നിന്ന് വന്ന് തൊമ്മൻ്റെ മക്കൾ, പിന്നെ അല്ലാതെ തന്നെ ഒരുപാട് കൊമേഴ്ഷ്യൽ ഹിറ്റുകൾ ഉണ്ടാക്കിയപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ ആ യുവത്വവും അദ്ദേഹത്തിൻ്റെ ആ ഒരു മാൻലിനെസ്സും ഒക്കെ ഉപയോഗിക്കുന്ന കഥാപാത്രങ്ങളായിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ചില ഡാർക്ക് ഷെയ്ഡുള്ള കഥാപാത്രങ്ങൾ, വില്ലനായും അതുപോലെ തന്നെ പ്രായത്തിൻ്റെ ഒരു ഗാംഭീര്യവും അതിൻ്റെ ഒരു സംഗതികളും ഒക്കെ ഉള്ള കഥാപാത്രങ്ങൾ സ്വീകരിക്കുകയും അതുപോലെ തന്നെ അദ്ദേഹം ചലച്ചിത്ര നിർമ്മാണ രംഗത്തേക്ക് കുറേ
അതും ഒരു എടുത്തു പറയേണ്ട കാര്യമാണ്. അപ്പോൾ ആ സിനിമാ നിർമ്മാണത്തിലേക്കും മമ്മൂട്ടിയുടെ കമ്പനി ഇറങ്ങുകയും മമ്മൂട്ടി അതിനകത്ത് അഭിനയിക്കുകയും അതിനകത്ത് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള പോലെ അദ്ദേഹത്തിൻ്റെ അഭിനയദാഹം എന്ന് പറയുന്നത് ഭയങ്കരമാണ്. അപ്പോൾ ആ അഭിനയദാഹം ഉള്ള അദ്ദേഹം പലതരം കഥകൾ ചൂസ് ചെയ്യുകയും ആ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുകയും അതിൻ്റെ ഒരു എൻജോയ്മെൻ്റാണ്, അതിൻ്റെ ഒരു ആഘോഷമാണ് ഈ ഫേസിൽ അദ്ദേഹം നടത്തുന്നത്. അതുപോലെ തന്നെ മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ 40-45 വർഷത്തെ കരിയറിൽ അദ്ദേഹത്തിൻ്റെ വലിയൊരു സ്വപ്നമായിരുന്ന ഒരു ചലച്ചിത്രം, ഒരു സിനിമ, അത് ഇപ്പോൾ കേരളം മുഴുവൻ ചർച്ച ചെയ്യുകയാണ്. ആ കേരളം മുഴുവൻ അതിൻ്റെ ടെക്നോളജിയെക്കുറിച്ചും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും അതിൻ്റെ സംഗീതത്തെക്കുറിച്ചും ഓരോരോ കാര്യങ്ങളും അത് ചർച്ച ചെയ്യുകയാണ്. ഓരോ ദിവസം ചെല്ലുന്നതും ആ സിനിമയുടെ പ്രത്യേകതകളും അതിൻ്റെ കാര്യങ്ങളും ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നു. അപ്പോൾ അദ്ദേഹം ആ ഒരു മൈൽ സ്റ്റോൺ, ഒരു അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഓരോ പുതുമകളാണ് നൽകുന്നത്. ഒരു ചലച്ചിത്ര സംവിധാന സംരംഭം കഴിഞ്ഞ് മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ വരാൻ പോകുന്ന എമ്പുരാൻ വലിയ പ്രോജക്റ്റാണ്. അപ്പോൾ മോഹൻലാലിൻ്റെ ആക്ഷൻ അതുപോലെ തന്നെ പ്രത്യേകതകളുള്ള ഒരു നിര ചിത്രങ്ങൾ വീണ്ടും സജീവമാവുകയാണ്. അതുപോലെ തന്നെ ഇവരുടെ രണ്ടുപേരുടെയും ഡേറ്റുകൾ ഇനിയുള്ള ഇവരുടെ ജീവിത കാലത്തേക്കുള്ള ഡേറ്റുകൾ ആ രീതിയിൽ അങ്ങനെ സിനിമയ്ക്കായി മാറ്റിവെച്ച് ആളുകൾ കാത്തിരിക്കുകയാണ്, സംവിധായകരും നിർമ്മാതാക്കളും ഒക്കെ. അപ്പോൾ ഇത് കാലത്തെ അതിജീവിക്കുന്ന രണ്ട് താരങ്ങൾ. നമ്മൾ അവരോടൊപ്പം ജീവിച്ചു. അപ്പം നമ്മൾക്ക് പ്രായമായെങ്കിലും അവർ ഇപ്പോഴും ചെറുപ്പമായി തന്നെ ഇരിക്കുന്നു. 25 വർഷം മുമ്പുള്ള ഒരു ഓർമ്മയിൽ നിന്ന് എനിക്ക് തോന്നിയതാണ്. അപ്പം അവരിപ്പോഴും സജീവമായി ആ ചെറുപ്പവും ഇതെല്ലാം സൂക്ഷിച്ച് അവർ നിലനിൽക്കുന്നു. അപ്പോൾ ആ താരങ്ങൾക്ക് മരണമില്ല, താരങ്ങളുടെ മൂല്യങ്ങൾ കുതിച്ചുയരുകയാണ്. അപ്പോൾ അതാണ് 25 കൊല്ലം മുമ്പ് നമ്മൾ കണ്ട സ്ഥലത്ത് നിന്ന് വീണ്ടും 25 കൊല്ലം കഴിഞ്ഞ് വീണ്ടും ഒരു പുതുവർഷം നമ്മൾ കാണുമ്പോൾ ഈ താരങ്ങൾ അങ്ങനെ തന്നെ മിന്നിത്തിളങ്ങി നിൽക്കുകയാണ്.